ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തില് ശിഷ്യൻ ഓരോ കോശങ്ങളെയാക്കി മാറ്റി മാറ്റി കൊണ്ടുവന്നു. ഓരോന്നിൽ നിന്നും ഉയർന്നുയർന്നു വന്ന് ഈ കോശങ്ങളൊന്നും ഞാനല്ല എന്ന് ഗുരു പറഞ്ഞ ലക്ഷണങ്ങളും എല്ലാം വെച്ച് വിവേകപൂർവമായി ചിന്തിച്ച്, ബുദ്ധിപരമായി ചിന്തിച്ച് അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നു. ഓരോ കോശത്തിനെ ആദ്യം അന്നമയ കോശത്തിനെ നീക്കി, പിന്നീട് പ്രാണമയ കോശത്തിനെ നീക്കി, പിന്നെ മനോമയ കോശം, വിജ്ഞാനമയ കോശം, അനന്തമയ കോശവും നീക്കി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ലല്ലോ. ഒരു ആത്മന അത്ര വിപശ്യത, ഇവിടെ ഞാൻ ഒന്നും കണ്ടില്ല. വിജ്ഞേയം കിമു വസ്തു അസ്തി, അറിയാൻ സാധിക്കുന്നത് ഇവിടെ എന്താണ് ഉള്ളത്? ഞാനൊരു ശൂന്യതയാണല്ലോ കണ്ടത്. അറിവിനാൽ ഇവിടെ സ്വയം ആത്മാ എന്നറിയുവാൻ ഇവിടെ എന്തുണ്ട്? ഞാൻ ഒന്നിനെയും കാണുന്നില്ലല്ലോ. അപ്പോ ഇങ്ങനെയാണ് ശിഷ്യൻ ചോദിച്ചത്. ഒരു ശൂന്യതയാണ് ഞാൻ കാണുന്നത്. എല്ലാം നീക്കി കഴിഞ്ഞാൽ ആത്മാവിനെ കാണണ്ടേ? ആത്മാവിനെ കാണുന്നില്ല, ശൂന്യതയാണ് എന്നാണ് ശിഷ്യൻ ചോദിച്ചത്. അപ്പൊ ഗുരു ഒരു കാര്യം മനസ്സിലാക്കി. അവിടെ ശിഷ്യൻ കുറെ അറിവുള്ളവനാണ്. പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, പകുതി വഴി കടന്നിട്ടുണ്ട് എന്ന് അനുമാനിച്ചു. ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് കോശങ്ങളെ മറികടന്നു എന്ന് ഗുരുവിന് മനസ്സിലായി. അപ്പൊ ഗുരു മറുപടി പറയാണ്, സത്യമുക്തം ത്വയാ വിദ്വൻ നിപുണോസി വിചാരണേ അഹമാദി വികാരാസ്തേ തദഭാവോയമപ്യനു. സത്യമുക്തം ത്വയാ വിദ്വൻ നിപുണോസി വിചാരണേ അഹമാദി വികാരാസ്തേ തദഭാവോയമപ്യനു. അതായത് ഇപ്പോ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഏത് ചോദ്യത്തിലും തെറ്റായിട്ട് മനസ്സിലാക്കിയ ഒരു അംശം കാണും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും മനസ്സിലായ ഒരു രീതിയിൽ ആയിരിക്കില്ല പലപ്പോഴും ചോദിക്കുന്നത്. തെറ്റായ ഒരു അംശം മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു ചോദ്യത്തിൽ സാധാരണ ഉണ്ടാകും. അപ്പൊ അത് ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഗുരുവിന്. അപ്പൊ ഗുരു അത് കറക്റ്റ് ചെയ്യും. അപ്പൊ പഠിപ്പിക്കുമ്പോ ഒരിക്കലും വിഡ്ഢിച്ചോദ്യം, പഠിപ്പിക്കുമ്പോ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ വിഡ്ഢിച്ചോദ്യം ചോദിക്കല്ലേ എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ ഒരു എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കും. പല കുട്ടികളാണെങ്കിൽ എല്ലാവരും ചോദിക്കാം. പക്ഷെ ഒരിക്കലും വിഡ്ഢി ഇങ്ങനെ ചോദിക്കാവോടാ വിഡ്ഢി, അല്ലെങ്കിൽ വലിയ ആൾക്കാരോടാണെങ്കിൽ ഇങ്ങനെ വിഡ്ഢിച്ചോദ്യം ഒന്നും ചോദിക്കല്ലേ എന്ന് പറയാൻ പാടില്ലെന്നാണ് ഗുരുനാഥന്മാര് പറയുന്നത്. കാരണം ചോദ്യം ചോദിക്കുന്ന ആൾക്ക് എപ്പോഴും കുറച്ച് അറിവുണ്ടായിരിക്കും, അല്ലാതെ ചോദ്യം ചോദിക്കില്ല. കുറച്ച് അറിവും ഉള്ള ആളാണ് ചോദ്യം എപ്പോഴും ചോദിക്കുന്നത്. ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ നമുക്കൊരു മോഡലും കൂടെ കാണിച്ചു തരാണ്. അതായത് ഇവിടെ ഗുരു ശിഷ്യനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പാഠങ്ങളെല്ലാം കേട്ട് അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും പാഠം കേട്ടത് കൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഒരു നല്ല ശ്രോതാവാണ്, നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഗുരു അഭിനന്ദിക്കുകയാണ്. ശരിയായ ചോദ്യമാണ് നീ ചോദിച്ചത് എന്ന് ശിഷ്യനോട് പറയാം. നീ ശരിയായ ചോദ്യമാണ് ചോദിച്ചത്. ത്വയാ സത്യമുക്തം ത്വയാ വിദ്വൻ, ത്വയാ നിന്നാൽ സത്യമുക്തം, നീ സത്യമാണ് പറയപ്പെട്ടത്, നീ സത്യമാണ് പറഞ്ഞത്. വിദ്വൻ എന്നിവിടെ പ്രയോഗിക്കുന്നു. ശിഷ്യനെ വിദ്വൻ എന്ന് പറയാം. ശിഷ്യനെ അറിവുള്ളവനെ എന്ന് വിളിക്കുന്നു. അറിവുള്ളവനാണ് നീ എന്ന് ഗുരുനാഥൻ പറയുകയാണ്, അവിടെ സംബോധന ചെയ്യാണ്. വിദ്വൻ ത്വയാ സത്യമുക്തം,
നിന്നാൽ സത്യമാണ് ഇപ്പോൾ പറയപ്പെട്ടത്. നിപുണോസി വിചാരണേ, നിപുണോസി വിചാരണേ. നിപുണ എന്ന് പറഞ്ഞാൽ സമർത്ഥനാണ്. എന്തില്? വിചാരണേ, വിചാരം ചെയ്യുന്നതിൽ. അല്ലയോ അറിവുള്ളവനെ, അല്ലയോ സമർത്ഥനായ ശിഷ്യ, നീ സമർത്ഥൻ തന്നെ. വിചാരണ ചെയ്യുന്നതില് നീ സമർത്ഥൻ തന്നെ. നീ സത്യമാണ് പറഞ്ഞത്. ത്വയാ സത്യമുക്തം, നീ സത്യമാണ് പറഞ്ഞത്. അപ്പോ എങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കാൻ പറ്റിയത് ശിഷ്യനെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിചാരണ ചെയ്യുന്നതിൽ സമർത്ഥനായതിനാലാണ്. നീ നന്നായിട്ട് വിചാരണ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് നീ ചോദിച്ചത്. അപ്പോ നീ സമർത്ഥനാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൽ നന്നായിട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് വിചാരണ ചെയ്തു. അപ്പൊ എന്ത് വിചാരണയാണ് ശിഷ്യൻ ചെയ്തത് എന്ന് നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കോശത്തെയും ഞാനല്ല ഞാനല്ല എന്ന് മനസ്സിലാക്കി എല്ലാം മിഥ്യ എന്ന് ഓരോന്നിനെയും നീക്കി നീക്കി ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ആത്മാവല്ല, ഇന്ന കാരണം കൊണ്ട് ഇത് ആത്മാവല്ല, അങ്ങനെ ഓരോ കോശത്തിനെയും മാറ്റി 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 പറഞ്ഞു കൊടുത്തു. അപ്പൊ അതെല്ലാം ശിഷ്യൻ ഉൾക്കൊണ്ടു. അപ്പൊ എല്ലാം മിഥ്യയാണ് എന്ന് പറഞ്ഞു. അവസാനം ഒരു സ്ഥലത്ത് വന്നപ്പോ പിന്നീട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ 5 കോശത്തെയും നീക്കി ഓരോന്നോരോന്നായിട്ട് നീക്കി ഒരു സ്റ്റേജിൽ വന്നപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ സ്റ്റോപ്പായി, പെട്ടുപോയി, മുന്നോട്ട് പോകുന്നില്ല. എന്താണ് അവിടെ? അവിടെ ശൂന്യമാണ്. എല്ലാ കോശത്തെ നീക്കി കഴിഞ്ഞപ്പോ ഒരു ശൂന്യാവസ്ഥയാണ്. വേറൊന്നും കാണുന്നില്ല, അവിടെ ശൂന്യമായിരിക്കുന്നു. അപ്പൊ ഇതെന്താണ് അങ്ങനെ? ആത്മാ അല്ലേ കാണേണ്ടത്? ഇതെല്ലാം നീക്കിയാൽ ആത്മാവിനെ കാണാം എന്നല്ലേ പറഞ്ഞത്? എന്താ ഇവിടെ ശൂന്യമാണല്ലോ? ശൂന്യമാണോ ഈ ആത്മാവ്? അതല്ല. അപ്പൊ ഈ ശൂന്യത കാണുന്നത് ആണല്ലോ ഇവിടെ. എന്താണ് ഇങ്ങനെ? അപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. പക്ഷെ ശൂന്യത കാണുന്നുണ്ടോ എന്നത് ശരിയാണ്. ശൂന്യത ആണോ ആത്മാവ്? അല്ല എന്നുള്ളത് അറിയാം, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവിടെ മറന്നുപോയി. എന്താണെന്നറിയാവോ? ഈ ശൂന്യത കാണുന്നത് ആരാണ്? പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഈ ശൂന്യതയെ അറിയുന്നത് ആര്? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓരോ കോശവും കടന്നു, 5 കോശവും കടന്നു വന്നപ്പോൾ എനിക്കൊരു ശൂന്യത കാണുന്നു. ഒരു അഭാവമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയെ ഞാൻ കാണുന്നു. അപ്പൊ ഞാനാണ് കാണുന്നത്. അത് ആ കാര്യം മറന്നുപോകും. കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാണുന്ന ഞാൻ കാണുന്നുണ്ട്, ഞാനാണ് അറിയുന്നത് എന്നുള്ള കാര്യം മറയുന്നു. അതായത് ഈ ശൂന്യതയെ അറിയുന്നത് ആര്? അതാണ് വലിയൊരു സംഗതിയാണ്. ഈ ശൂന്യത ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. ആ അവസ്ഥയെ അറിയുന്നത് ആര്? ആ ശൂന്യതയെ അറിയുന്നവനെ ഈ ശിഷ്യൻ അറിഞ്ഞില്ല. ശൂന്യതയെ അറിയുന്നവനെ ശിഷ്യൻ അറിഞ്ഞില്ല. അതായത് സ്വയം ശൂന്യതയെ അറിയുന്ന ഒരു ശക്തി ഉള്ളിൽ ഉണ്ട്. ആ ശക്തിയാണ് ഇത് അത് അറിഞ്ഞില്ല. എല്ലാത്തിനെയും കാണുന്ന നാം കാണുന്നവനെ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ എല്ലാത്തിനെയും കാണുന്നുണ്ട്. ഈ കാണുന്നവനെ നാം കാണുന്നുണ്ടോ? ഇല്ല. ഇത് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. എല്ലാത്തിനെയും നമ്മൾ കാണുന്നു. ഈ കാണുന്ന ഞാനെ, ശരീരമല്ല, അതൊക്കെ നമ്മൾ മാറ്റിയല്ലോ. ശരീരവും കാര്യങ്ങളെല്ലാം മാറ്റി. ഒരു പവർ, ഒരു ശക്തി ആണ് ഇതെല്ലാം കാണുന്നത്. ആ ശക്തിയെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ അറിയുന്നുണ്ട്, കാണുന്നില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല ഈ ശക്തി. ഇപ്പൊ ലോകത്തെ നാം മായാജാലം എന്ന് പറയുന്നു. ലോകത്തെ നമ്മൾ എന്താ പറയണേ? മായ എന്ന് പറയും. ലോകം എന്തു ചെയ്യുന്നു? നോക്കുന്നവനെ സ്വയം കാണാതെ ചെയ്യുന്നു. നോക്കുന്നവനെ സ്വയം കാണാതെ ചെയ്യുന്നു ലോകം, അല്ലേ? ലോകത്തെ നമ്മൾ കാണും. ലോകത്തെ കാണുന്ന നമ്മളെ നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ ശരീരമല്ല, ശരീരത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോഴെല്ലാം പറയുന്നത്. ലോകത്തെ കാണുന്ന നമ്മുടെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന നമ്മളെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്തെ നോക്കി നമ്മൾ നമ്മെ മറക്കും, ലോകത്തെ മാത്രം ഓർക്കും. ഞാൻ എന്നതിനെ മറന്ന് ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഗുരു പറയാൻ പോകുന്നത്, ഏത് അറിവിനാലാണോ നീ ഞാൻ ശൂന്യത്തെ കാണുന്നു, ഒന്നുമില്ല എന്ന് പറയുന്നത്, ഏതൊരു അറിവ് കാണപ്പെടുന്നില്ലയോ, ഏതിനാൽ സർവ അറിവും അറിയപ്പെടുന്നുവോ, ഏതിനാൽ സർവവും കാണപ്പെടുന്നുവോ,
ഏതോ ഒരു പവർ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഏതിനാൽ ശൂന്യതയെ കാണുന്നു, ഏതിനാൽ എല്ലാത്തിനെയും കാണുന്നു, ഏതിനാൽ എല്ലാത്തിനെയും അറിയപ്പെടുന്നുവോ, ഏതിനാൽ എല്ലാം കാണപ്പെടുന്നുവോ, ഏത് ഒരു വലിയ അറിവ് ഇതിനെല്ലാം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുവോ, ആ അറിവിനെ ശിഷ്യന് കൊടുക്കാൻ പോവാണ്. അതായത് ഏതാണോ സർവ്വതിനെയും അറിയുന്നത്, ഏതിനെയാണോ ഏതിനെയാണോ മറ്റുള്ള അറിവിനെയും മറ്റു സർവ അറിവിനെയും, അതായത് സർവ്വതിനെയും അറിയുന്നു, ഏതിനെയാണോ മറ്റു സർവ അറിവിനെയും അറിയിച്ചു തരുന്നവനായി, അതേസമയം സ്വയം അറിയാത്തതായി ഉള്ളത്, അതിനെ ഗുരു പറഞ്ഞു തരാൻ പോവുക. സർവത്തിനെയും അറിയും, പക്ഷെ അതിനെ നമുക്ക് സ്വയം കാണാനോ അറിയാനോ പറ്റില്ല. അത് അറിവ് തന്നെയാണ്. അതിനെ തിരിച്ച് വേറൊരു മാർഗത്തിൽ കൂടി അറിയാൻ പറ്റില്ല, വേറൊരു ആശ്രയത്തിൽ കൂടി അതിന് പറ്റില്ല, വേറൊരു ആലംബത്തിൽ കൂടി അത് കാണാൻ പറ്റില്ല. അങ്ങനെ ഒന്നുണ്ട്. ഏതറിഞ്ഞാലാണോ സർവവും അറിയുന്നത്, ഏതിനെയാണോ സ്വയം ഏതെങ്കിലും ഒരു ഉപാധി വഴി അറിയാൻ പറ്റാത്തത്, അതിനെ, ഏതാണോ സർവ്വതിനെയും അറിയുന്നത്, അപ്പോ സർവ്വതിനെയും അറിയിച്ചു തരുന്നത്, അതേസമയം സ്വയം അങ്ങനെ വേറൊരു വഴിയിൽ കൂടി അറിയാൻ പറ്റതുമായ ഒന്ന്, അതിനെ ഗുരു പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അതാണ് ആത്മാ എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പൊ ഗുരു പറയാണ്, നീ ഒരു പ്രധാന കാര്യം വിട്ടുപോയി, അതിനെ ഞാൻ പറഞ്ഞു തരാം എന്ന് ഗുരു പറയുന്നു. അപ്പോ ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ വരി, അഹമാദി വികാരാസ്തേ തദഭാവോയമപ്യനു. എന്താണ്? അഹമാദി വികാരാഹ തേ, അഹമാദി വികാരാഹ തേ. അഹം ആദി എന്ന് പറഞ്ഞാൽ അഹങ്കാരം മുതലായവ, അഹങ്കാരം മുതലായവ. വികാരാഹ മാറ്റങ്ങൾ, തേ അവ. അപ്പോ അഹങ്കാരം മുതലായ വികാരങ്ങൾ, ആ അഹങ്കാരം മുതലായ വികാരങ്ങൾ, മുതലായവ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം, ബുദ്ധി, മനസ്സ് അറിയാറുണ്ടല്ലോ. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അങ്ങനെ നിറയുണ്ട്. അപ്പോ അഹങ്കാരം മുതലായവ, ആ വികാരങ്ങൾ, തത് അയം അഭാവ, അതിന്റെ ഈ ഇല്ലായ്മ. ഈ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത്? ഓരോ കോശത്തെയും മറികടന്ന് വന്നപ്പോൾ അഹങ്കാരം മുതലായ ആ വികാരത്തിന് അടിമകളാകുന്ന, മാറ്റത്തിന് വിധേയമാകുന്ന അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരമെല്ലാം തത് അയമഭാവ, അതിന്റെ എല്ലാം ഇല്ലായ്മ. അതിൽ നിന്നെല്ലാം ഈ ശിഷ്യൻ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് മുന്നോട്ട് കടന്നു. എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്ത് ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ആത്മായല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു വന്ന് ഒരു ശൂന്യത അനുഭവപ്പെട്ട് നിൽക്കുന്ന സമയം. അപ്പോ അതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഇല്ലായ്മ, ഈ അഭാവം, അയം അഭാവ, ഈ അഭാവം, അപി അനു, ഇല്ലായ്മയും, ഈ അഭാവവും ഇല്ലായ്മയും. അപ്പൊ ഉള്ളതിനെയും അറിഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇപ്പൊ ഇല്ലാത്തതിനെയും അറിയുന്നുണ്ട്. അത് ഓർക്കണേ, ഉള്ളതിനെയും അറിഞ്ഞു. ഓരോ ശരീരം ഓരോ കോശങ്ങളായിട്ടിരിക്കുമ്പോൾ ഉള്ളതിനെ അറിഞ്ഞു. എല്ലാ കോശങ്ങളും മാറിയപ്പോ ഇല്ലാത്തതിനെയും അറിഞ്ഞു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മുറിക്കകത്ത് 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ അറിയുന്നത് ആ മുറിക്കകത്ത് 5 പേരോട് കൂടിയുള്ള മുറി, 5 പേര് അതിനകത്തുണ്ട്, മുറിക്കകത്ത് 5 പേരുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഓരോരുത്തരായി പുറത്തു പോകുന്നു. പുറത്തു പോയി കഴിയുമ്പോൾ നമ്മൾ എന്താണ് അറിയുന്നത്? ആ മുറിക്കകത്ത് 5 പേര് ഇപ്പൊ ഇല്ല എന്നൊരറിവുണ്ടല്ലോ. ആദ്യം 5 പേരുണ്ട് എന്നൊരറിവ്, പിന്നെ 5 പേര് ഇല്ല എന്നുള്ള അറിവ്. അതുപോലെ ഇല്ലായ്മയും ഉണ്ട് എന്നുള്ള അറിവും ഇല്ലായ്മ എന്നൊരു അറിവും അവിടെ ഉണ്ട്. സൂക്ഷ്മ ശരീരം മിഥ്യ, സ്ഥൂല ശരീരം മിഥ്യ, പഞ്ചകോശങ്ങൾ ഓരോന്നും മിഥ്യ, അല്ലെങ്കിൽ അസത് എന്ന് മനസ്സിലാക്കി വന്നു. ഇവയുടെ ഈ ഇല്ലായ്മ, ഇതൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല എന്നുള്ള ആ ഇല്ലായ്മ, ആ അഭാവം, അതിനാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഗുരു പറയാൻ പോകുന്നു, ഏതറിവിനാൽ നീ
ഇവയെ ഇല്ല ഇല്ല എന്ന് മനസ്സിലാക്കി വന്നുവോ ആ അറിവ് ഒന്നിനാലും അറിയപ്പെടുന്നില്ല. ആ അറിവ് ഒന്നിനാലും അറിയപ്പെടുന്നില്ല. ആദ്യം ഓരോ കോശങ്ങളുണ്ട് എന്നറിഞ്ഞിരുന്നു അല്ലെ? ശരീരം നമ്മൾ അറിയുന്നുണ്ട്, പ്രാണൻ അറിയുന്നുണ്ട്, മനസ്സറിയുന്നുണ്ട്, വിജ്ഞാനം അറിയുന്നുണ്ട്, ആനന്ദം അറിയുന്നുണ്ട്, സുഖദുഃഖങ്ങൾ അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അപ്പോ ഗുരുവിന്റെ ഉപദേശത്താൽ, കഠിനമായിട്ടുള്ള പ്രയത്നത്താൽ, അതിതീവ്ര സാധനയാൽ ഓരോ കോശത്തെയും ഒരുപാട് കാലം കൊണ്ടാണ് മറികടക്കാൻ സാധിക്കുക. അങ്ങനെ ഓരോന്നിനെയും മറികടന്ന് സാധന ചെയ്ത് ഞാൻ ഈ ശരീരമല്ല, സ്ഥൂല ശരീരമല്ല അല്ല എന്നുറപ്പിച്ച് മനസ്സിലാക്കി, പിന്നീട് ഞാൻ പ്രാണനല്ല, പിന്നീട് ഞാൻ മനസ്സല്ല, പിന്നെ വിജ്ഞാനമല്ല, അങ്ങനെയുള്ള അറിവുകളൊന്നുമല്ല ഞാൻ, അത് മനസ്സിലാക്കി പിന്നെ ആനന്ദമയ കോശത്തിലെത്തി. ആനന്ദമയം ഞാനല്ല. ഇവിടെ ആനന്ദം സ്ഥിരമായി കിട്ടുന്ന ആനന്ദമല്ല, ഈ ആനന്ദം വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വികാരങ്ങളുണ്ട്, മോദം പ്രമോദം എന്ന്, പ്രിയം മോദ പ്രമോദങ്ങളെല്ലാമാണ് ഈ ആനന്ദം. അതൊന്നും ശരിയായി നിലനിൽക്കുന്നതല്ല. ഇതല്ല ഞാൻ ആത്മാവല്ല, ഇതൊന്നും ആത്മാവല്ല എന്ന് മനസ്സിലാക്കി. അപ്പോ ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലും മനസ്സിലാക്കി, ഇതെല്ലാം ഇല്ല എന്നും ഇപ്പോൾ മനസ്സിലാക്കി, ഇതെല്ലാം മിഥ്യയാണ് എന്നും മനസ്സിലാക്കി. അപ്പൊ ഉള്ളതിനെയും ഇല്ലാത്തതിനെയും അറിയുന്നുണ്ട്. അപ്പൊ ഏതറിവിനാൽ നീ ഇവയെ, ഈ പഞ്ചകോശങ്ങളെ ഇല്ല എന്ന് മനസ്സിലാക്കി വന്നുവോ ആ അറിവ് ഒന്നിനാലും അറിയപ്പെടുന്നില്ല. ആ അറിവിനെ വേറൊരു അറിവ് കൊണ്ട് അറിയാൻ പറ്റുമോ? ഇല്ല. ആ അറിവ് തന്നെ, അതിനെ വേറൊരു വഴിക്ക് അറിയാൻ പറ്റത്തില്ല. ആ അറിവാണ് ബാക്കിയിരിക്കുന്നത് എന്ന് ശിഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? ആ അറിവാണ് ഇപ്പോൾ ബാക്കിയിരിക്കുന്നത്. ഞാൻ എന്നുള്ളത് സ്വയം ജ്യോതിയാണ്, എല്ലാത്തിനെയും അറിയും, എനിക്കറിയാം എന്ന് ഉണർന്നിരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് ശിഷ്യന്റെ ബാക്കി അങ്ങനെ ഇപ്പോ ഒന്നുമില്ല എന്നുള്ള അറിവിൽ എത്തിയിരിക്കുന്നത് ശിഷ്യൻ അറിവിന്റെ സഹായത്തോടെയാണ് എല്ലാത്തിനെയും നീക്കിയത് അല്ലെ? ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു അറിവിനാലാണ് ഇതിനെയെല്ലാം നീക്കിയത്. അവസാനം അവൻ പറയുന്നു, ഞാൻ ഒന്നിനെയും കാണുന്നില്ല, ശൂന്യം അനുഭവപ്പെടുന്നു എന്ന്. ഒരു അറിവ് കൊണ്ടല്ലേ ഇതിനെല്ലാം നീക്കിയത്, അല്ലാതെ നീക്കാൻ പറ്റുമോ? നല്ല ബുദ്ധിപരമായിട്ടുള്ള അറിവ് കൊണ്ടാണ് നീക്കിയത്. ഗുരു പറഞ്ഞു സൂക്ഷ്മ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ ഓരോന്നിനെയും നീക്കി വന്നിട്ട് ഇപ്പൊ പറയുന്നു ഒന്നുമില്ല. അപ്പോ ആ അറിവ് കൊണ്ടാണ് ശൂന്യത അനുഭവപ്പെടുന്നത്. അപ്പോ ഗുരു പറയുന്നു, നീ വിചാരത്തിൽ നിപുണനായിരിക്കുന്നു, അതിനാലാണ് ശൂന്യതയെ നീ കാണുന്നത്. നീ വിചാരത്തില് വളരെ നിപുണതയോടെ കൂടെ നീ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതിപ്പോൾ ശൂന്യതയെ കാണുന്നു. പക്ഷേ നീ ഒന്നിനെ കാണാൻ മറന്നുപോയി. നല്ല വിചാരം ചെയ്ത് എല്ലാത്തിനെയും മാറ്റി ഇപ്പൊ ശൂന്യതയെ കാണുന്നു. പക്ഷെ ഒരു കാര്യം മറന്നുപോയല്ലോ, ശൂന്യതയെ കാണുന്ന, ശൂന്യതയെ അറിയുന്ന ആ അറിവ്, അതിനെ നീ മറന്നു. നീ അറിയുന്നുണ്ടല്ലോ ശൂന്യതയെ, നീ ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ ഉണ്ടല്ലോ, ആരുണ്ട്? ആ അറിവുണ്ടല്ലോ നിനക്ക്, നീ അവിടെ ഉണ്ടല്ലോ. അതിനെ നീ മറന്നുപോയല്ലോ. ശൂന്യതയെ കാണുന്നവനെ നീ കാണാൻ മറന്നുപോയല്ലോ, നീ നോക്കാൻ മറന്നുപോയല്ലോ. അതിനെ നോക്കൂ, ശൂന്യതയെ അറിയുന്ന ആ അറിവിനെ ശ്രദ്ധിക്കൂ, അതിനെ ബുദ്ധിപരമായി ചിന്തിക്കൂ. അതാണ് നീ, അതാണ് ആത്മാ. എല്ലാത്തിനെയും അറിയുന്നത്, ഉള്ളതിനെയും അറിയുന്നു, ഇല്ലായ്മയെയും അറിയുന്നു. അപ്പൊ ലോകത്തെ കാണും നമ്മള്, ലോകത്തെ കാണുന്നവനെ നമ്മൾ മറക്കും. ലോകത്തെ നമ്മൾ കാണും, പിന്നെ അതിൽ മയങ്ങിപ്പോവും, ലോകത്തിൽ മറങ്ങിപ്പോവും. ലോകത്തെ കാണുന്ന നമ്മളെ നമ്മൾ മറന്നു പോകുന്നു. ഏതറിവിനാലാണോ എല്ലാം കാണുന്നത്, അതാണ് സ്വയം ജ്യോതി. ഏതറിവിനാലാണോ എല്ലാം കാണുന്നത് സ്വയം ജ്യോതിയാണ്. അതുകൊണ്ടാണ് കാണുന്നത്, എല്ലാം കാണാൻ സാധിക്കുന്നത് സ്വയം ജ്യോതി ആയതുകൊണ്ടാണ്. ഏതറിവിനാലാണോ ഒന്നുമില്ല, ഇവിടെ ശൂന്യമാണ് എന്നറിയുന്നത്, ആ അറിവും ശൂന്യമായതല്ല, അത് തന്നെയാണ് സ്വയം ജ്യോതി. ശൂന്യമല്ല അവിടെ, ആ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള മഹത്തായ അറിവ്, എല്ലാം മിഥ്യ എന്ന മഹത്തായ അറിവ്, ആ അറിവ് തരുന്നത് ഈ സ്വയം ജ്യോതിയായ ആത്മാ ആണ്. അപ്പോ ആരാണെന്നറിയുന്നേ? ഞാനല്ലേ അറിയുന്നേ ഒന്നുമില്ല എന്ന്. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ആത്മായ. ഞാനുണ്ട് എന്ന് പറയുന്നത് ഞാൻ ആത്മാവായതുകൊണ്ടാണ് ഞാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ ഉണ്ട്.
അതിനൊരു വേണ്ട, വേറെ എന്തിനെ ആശ്രയിക്കണ്ട, കണ്ണിനെ ആശ്രയിക്കണ്ട, തൊട്ടു നോക്കണ്ട, നോക്കി പറയണ്ട, കയ്യോ കാലോ ഒക്കെ ഉണ്ടോന്ന് നോക്കി പറയണ്ട. ഞാനുണ്ട്, ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്, എന്റെ എല്ലാ അവയവങ്ങളും ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാറില്ലല്ലോ. ഞാനൊന്ന് ഗന്ധമുണ്ടോ നോക്കട്ടെ എന്നിട്ട് പറയാറില്ല. ഞാൻ സ്പർശിച്ചു നോക്കട്ടെ, ഞാനൊന്ന് നുള്ളി നോക്കട്ടെ സ്വയം, ഞാൻ ഉണ്ടോ എന്നറിയട്ടെ, പറയാറില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു, ഇവിടെ ഒന്നുമില്ല. എപ്പോ ശിഷ്യൻ പറഞ്ഞത്? പഞ്ചകോശത്തെയും മറികടന്ന് ഇതൊന്നും ഞാനല്ല, ഈ ശരീരം ഞാനല്ല എന്നെല്ലാം പൂർണ്ണമായി അതിലേക്ക് ആ സാധനങ്ങളൊക്കെ ചെയ്ത് പടികടന്ന് വന്നപ്പോ പറഞ്ഞു ഇവിടെ ശൂന്യമാണ്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ശൂന്യതയെ നീ അറിയുന്നല്ലോ മകനെ. അപ്പൊ ആ ശൂന്യതയെ അറിയുന്നത് കൊണ്ട് ആ അറിവാണ് നീ. ഉള്ളപ്പോഴും നീ അറിയുന്നുണ്ടായിരുന്നു, ഒന്നുമില്ല എന്നും ഇപ്പോൾ നീ അറിയുന്നു. ആ അറിവ് തന്നെയാണ് ആത്മാ. ആ അറിവാണ് സ്വയം ജ്യോതി. അതിനെ വേറൊരാൾ അറിയിച്ചു തരേണ്ട കാര്യമില്ല. അത് സ്വയം ജ്യോതിയാണ്, സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അത് സ്വയം ജ്യോതിയാണ്. ഇതാണ് ആത്മതത്വം. അത് ഗുരുവിനെ ഒന്നുകൂടെ വിശദമാക്കി കൊടുക്കും. ഇതാണ് ആത്മതത്വം. സ്വയം പ്രകാശമായിരിക്കുന്നു, എല്ലാത്തിനെയും അറിയുന്നു, ഉള്ളതിനെയും അറിയുന്നു, ഇല്ലായ്മയെയും അറിയുന്നു. പക്ഷെ അവൻ സ്വയം അറിയുന്നില്ല. സ്വയം അറിയാൻ വേറെ ഉപാധിയൊന്നും വേണ്ട. സ്വയം ഉണ്ട് ഇവിടെ, പക്ഷെ അറിയുന്നില്ല. അപ്പൊ ഇവിടെ ഈ രണ്ട് ശ്ലോകങ്ങളെ ഒന്നിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ രണ്ട് ശ്ലോകമാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ശ്ലോകം. 4 വരിയായിട്ടാണ് ആ ശ്ലോകം കിടക്കുന്നത്. സത്യമുക്ത്വം ത്വയാ വിദ്വൻ നിപുണോസി വിചാരണേ അകമാതിരികാരസ്തേ തദഭാവോയമപ്യനു എന്ന് കഴിഞ്ഞിട്ട് സർവേയേനാനുഭൂയന്തേ സർവേയേനാനുഭൂയന്തേ സ്വയം നാനുഭൂയത്തെ തമ ആത്മാനം വേദിതാരം വിദ്ധി ബുദ്ധ്യാ സുസൂക്ഷ്മയാ. സർവേ യേനാനുഭൂയന്തേ സ്വയം നാനുഭൂയത്തെ തമാത്മാനം വേദിതാരം വിദ്ധി ബുദ്ധ്യാ സുസൂക്ഷ്മയാ. അതും കൂടെ നമുക്ക് നോക്കാമെന്ന്. അപ്പോ സർവേയാൻ അനുഭൂയന്തേ എന്താണ് ഇവിടെ പറയുന്നത്? സർവേ എല്ലാം, സർവേ യേന അനുഭൂയന്തേ. സർവേ എന്ന് പറഞ്ഞാൽ എല്ലാം. ഏതാണ്? പഞ്ചകോശങ്ങളും അവയുടെ ഇല്ലായ്മയും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പഞ്ചകോശങ്ങളെയും അതിനെ തരണം ചെയ്ത് വന്നപ്പോൾ അതിന്റെ ഒരു ഇല്ലായ്മ എന്ന അവസ്ഥയെയും ഉണ്ട് എന്ന അവസ്ഥയെയും അത് നീക്കി ഒന്നുമില്ല എന്ന് മിഥ്യ എന്ന അവസ്ഥയെയും ഏന ഏതിനാൽ അനുഭൂയന്തേ അനുഭവിച്ചറിയുന്നുവോ യഹ ഏതൊന്ന് സ്വയം നാനുഭൂയന്തേ സ്വയം തന്നെത്താൻ ഞാനായി അനുഭവപ്പെടുന്നില്ലയോ. ഏതൊന്നിനാൽ കോശങ്ങളെല്ലാം ഉണ്ടെന്നും അതിനുശേഷം കോശങ്ങളെയെല്ലാം നീക്കി ഒന്നുമില്ല എന്നും അറിയുന്നുവോ, ആ ഒരു അറിവ് അതിനെ സ്വയം അറിയുന്നില്ലയോ, സ്വയം അനുഭവിക്കപ്പെടുന്നില്ലയോ. അതായത് ഏത് എല്ലാത്തിനെയും അനുഭവിക്കുന്നുവോ ഏതിനെ ഒന്നും അനുഭവിക്കുന്നില്ലയോ, ഏതിനെ ഒന്നും അനുഭവിക്കുന്നില്ലയോ. ഞാൻ ഏത് അറിവിനാൽ 5 കോശങ്ങളെ കണ്ടുവോ, ഞാൻ ഏത് അറിവിനാൽ 5 പേരുടെയും ഇല്ലായ്മയെയും കണ്ടുവോ, ആ അറിവ് ആരാലും അനുഭവിക്കപ്പെടുന്നില്ല. ആ അറിവിനെ വേറൊരു അറിവാണോ അറിയുന്നത്? ഇല്ല. ആ അറിവ് തന്നെയാണ് സ്വയം ജ്യോതി. അതിനെ വേറൊരു അറിവ് കൊണ്ട് അറിയാൻ പറ്റത്തില്ല. ഉണ്ട് എന്നുള്ളതിനെ അറിയാൻ വേറെ ഒന്നും കൊണ്ടും പറ്റില്ല. ഉണ്ട്, അത് തന്നെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട്. തന്മയാണത്, അതിന്റെ തന്മയാണ്, ആത്മാടെ തന്മയാണ് ഞാൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ അറിവ് ആരാലും അനുഭവിക്കപ്പെടുന്നില്ല. എന്നാൽ ആ അറിവിനാൽ ഞാൻ ഉണ്ട് എന്നും ഇല്ലെന്നും അറിഞ്ഞു. ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടെന്നും അതില്ലെന്നും ഞാൻ അറിഞ്ഞു. ഈ അറിവിനെ ആരും അനുഭവിക്കുന്നില്ല. അത് അനുഭവിക്കപ്പെടാവുന്ന ഒരു വസ്തുവല്ല. അത് അനുഭവിക്കപ്പെടാവുന്ന വസ്തുവല്ല. അനുഭവിക്കപ്പെടുന്നവന്റെ തന്മയാണ് അത്. അതാണ് ആത്മതത്വം. അനുഭവിക്കപ്പെടുന്നവന്റെ തന്മ. ഞാൻ ഉണ്ട്, ഞാൻ ഈ കോശങ്ങളൊന്നുമല്ല, ഞാൻ ഒരറിവാണ്, ഞാൻ സ്വയം ജ്യോതിയാണ്. ഇതിനെ വേറൊരു വഴിക്ക് അറിയാൻ പറ്റില്ല. അതിനെതിനറിയണേ, ഞാൻ അനുഭവിക്കുന്നവന്റെ തന്മ, സ്വന്തമായിട്ടുള്ള ആ എക്സിസ്റ്റൻസ്, അതാണ് ആത്മ. ഈ അറിവിനെ ആത്മാ എന്ന് അറിയുക എന്നാണ് ഗുരു പറഞ്ഞു കൊടുത്തത്. ഈ അറിവിനെ സ്വയം ആത്മാ എന്നറിയുക. ഭംഗിയായിട്ട് പറഞ്ഞു തന്നുണ്ട് ഇപ്പൊ ശങ്കരാചാര്യർ. സ്വയം ആത്മാ എന്നറിയുക. ഏതാണോ എല്ലാത്തിന്റെ
നിലനിൽപ്പിനെയും അറിയുന്നേ, അതൊന്നുമില്ല മിഥ്യയാണെന്നും അറിയുന്നേ, ആ അറിവിനെ ആരറിയുന്നുവോ ആ അറിവ്, അതിനെ വേറൊരു വഴിക്ക് അറിയാൻ പറ്റില്ല. അത് അതിന്റെ തന്മയാണ്, അതവിടെ ഉണ്ട്. ആ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആ അറിവാണ്, നമ്മൾ ആ അറിവാണ്, നമ്മൾ ആത്മാ ആണ്. അപ്പോ ആ അറിവിനെ ആത്മാ എന്നറിയുക. തം ആത്മാനം വിദ്ധി, തം ആത്മാനം വിദ്ധി, അതിനെ ആത്മാവായി അറിയൂ, അതിനെ ആത്മാവായി അറിയൂ. ആ ആത്മാ എങ്ങനെയുള്ളതാണ്? വേദിതാരം, എല്ലാത്തിനെയും അറിയുന്ന സ്വരൂപം. വേദിതാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അറിയുന്ന സ്വരൂപം ആയ, അതായത് എല്ലാം എന്തിനെയൊക്കെ ഉണ്ടോ അതിനെല്ലാം അറിയുന്നൊരു ശക്തിയാണ്, ഒരു സ്വരൂപമാണ്. അതിനെ നീ ആത്മാവായി അറിയണം. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? ഉള്ളപ്പോഴും അറിഞ്ഞു, 5 കോശങ്ങളെ ഉള്ളപ്പോഴും അറിഞ്ഞു, 5 കോശങ്ങളെ നീക്കിയപ്പോഴും അത് മിഥ്യയാണെന്നറിഞ്ഞ് ഇപ്പോ ശൂന്യമാണെന്നും അറിഞ്ഞു. ആ അറിവാണ് ആത്മാ. ആ അറിയുന്ന ആ സ്വയം ജ്യോതിയാണ്, ആ തന്മയാണ് ആത്മാ. ഇങ്ങനെ ഞാൻ ഈ അറിവ്, ഞാൻ എന്ന ഈ ഞാൻ എല്ലാത്തിനെയും അറിയുന്നു എന്ന അറിവ്, അല്ലാതെ ഒരു പ്രത്യേക സാധന ഒരു കാര്യത്തെ അറിയുന്നു അതല്ല, എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു പുസ്തകം വായിച്ചു കുറെ അറിവുണ്ടായി അതല്ല, എല്ലാത്തിനെയും അറിയുന്നു എന്നുള്ള, ഉള്ളതിനെയും ഇല്ലാത്തതിനെയും അറിയുന്ന ആ അറിവ്, ആ അറിവ് ആണ് ആത്മാ എന്നറിയുക. അപ്പൊ ഈ ആത്മാവായി അറിയണമെങ്കിൽ, ഞാൻ ഇങ്ങനെ എന്റെ ഈ തന്മയെ ആത്മാവായി അറിയണമെങ്കിൽ എന്ത് വേണം? ആരുടെ സഹായം വേണം? പറയുന്നു, വിദ്ധി ബുദ്ധ്യ സുസൂക്ഷ്മയ, വിദ്ധി ബുദ്ധ്യ സുസൂക്ഷ്മയ, സൂക്ഷ്മമായ ബുദ്ധിയാൽ, വളരെ സൂക്ഷ്മം, സുസൂക്ഷ്മമായതിനാൽ, അതായത് ബുദ്ധിക്ക് ഏറ്റവും സൂക്ഷ്മമായ ബുദ്ധിയാൽ ഇങ്ങനെ വിശേഷണം അറിയണം. ബുദ്ധിയുടെ സൂക്ഷ്മ ബുദ്ധി, ഏറ്റവും സൂക്ഷ്മമായ, വെറുതെ ഒരു ബുദ്ധിക്ക് ആലോചിച്ചാൽ കിട്ടത്തില്ല, അതിസൂക്ഷ്മമായ ബുദ്ധിയാൽ ആലോചിച്ചാൽ ഇത് മനസ്സിലാകും. അങ്ങനെ ഉള്ള അറിവിന്, അങ്ങനെ ബുദ്ധിയെ ഉപയോഗിച്ച് ഈ അറിവിനെ, എല്ലാത്തിനെയും അറിയുന്നതും എല്ലാത്തിന്റെ ഇല്ലായ്മയെയും അറിയുന്ന ആ സ്വയം ജ്യോതിയാണ് ഞാൻ എന്ന് അറിയണം. അതാണ് ആത്മാ. അപ്പൊ ഞാൻ ആത്മാ എന്ന് അറിയണം. അപ്പൊ ശിഷ്യന്റെ ചോദ്യം, ഗുരുവിന്റെ മറുപടി എന്താണ്? ശിഷ്യൻ ചോദിച്ചത് 5 കോശങ്ങളെയും പടിപടിയായി ഗുരു ഞാനല്ല എന്ന് മനസ്സിലാക്കി തന്നു. അവസാനം അറിവ് സ്വരൂപമായി ആത്മാവിനെ അറിയൂ എന്ന് പറഞ്ഞു. അത് അത്രയ്ക്ക് അങ്ങോട്ട് ശിഷ്യനെ മനസ്സിലായില്ല. ശിഷ്യൻ ചോദിച്ചു, 5 നീക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ, അപ്പൊ എങ്ങനെയാ ആത്മാവ് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഏതിനാൽ, അതായത് നീ പഞ്ചകോശത്തെയും നീ അറിഞ്ഞുവോ, ഏതിനാൽ പഞ്ചകോശത്തെയും നീ അറിഞ്ഞുവോ, ഏതിനാൽ ഈ പഞ്ചകോശത്തെയും നീക്കിക്കഴിഞ്ഞപ്പോൾ ശൂന്യം എന്ന് അറിഞ്ഞുവോ, ആ അറിവ്, ഉള്ളതും ഇല്ലാത്തതിനെയും ഒരുപോലെ അറിഞ്ഞ ആ അറിവ്, അതാണ് ആത്മാ. ആ അറിവ് എപ്പോഴും നിലനിൽക്കുന്നു. ആ അറിവിനാണ് ആത്മാ. അതിനെ വേറൊരു വഴിക്ക് അറിയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഉപാധി കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല. സൂക്ഷ്മബുദ്ധിയാൽ തിരിച്ചറിയുക, സൂക്ഷ്മബുദ്ധിയാൽ തിരിച്ചറിയുക, ആ അറിവാണ് ആത്മാ. ഏത് എല്ലാത്തിനെയും കാണുന്നുവോ, ഏതിനെ ഒരു ഉപാധി മുഖാന്തരവും കാണാൻ പറ്റില്ലയോ, അതിനെ സ്വയം അറിയാൻ മാത്രമേ സാധിക്കൂ, അതാണ് ആത്മാ. ഉള്ളതിനെയും ഇല്ലാത്തതിനെയും പ്രകാശപ്പെടുത്തുന്നത്, ഉള്ളതിനെയും ഇല്ലായ്മയെയും പ്രകാശപ്പെടുത്തുന്നത്, യാതൊന്നിനാലും ഏതൊന്നിനെ വേറൊന്നിനാൽ പ്രകാശപ്പെടുത്താൻ പറ്റില്ലയോ അതാണ് ആത്മാ. കാരണം അത് സ്വയം ജ്യോതിയാണ്. അതിനാൽ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാം എന്നല്ലാതെ വേറൊരു ഉപാധി കൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത് ഇതാണ്. ഈ ആത്മായാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. അത് സ്വയം പ്രകാശ വസ്തുവാണ്. അതാണ് ഞാൻ. അതിനാലാണ് ഞാൻ ഉള്ളതിനെയും അറിയുന്നത്, ഇല്ലായ്മയെയും അറിയുന്നത്. അതാണ് ഞാൻ ആത്മാ ആണെന്നുള്ള തിരിച്ചറിവ്. അത് സൂക്ഷ്മബുദ്ധിയാൽ തിരിച്ചറിയുക.
അങ്ങനെ 2 ശ്ലോകങ്ങൾ കൂടി 63, 64 2 ശ്ലോകങ്ങളിൽ കൂടി ആ ആത്മസ്വരൂപത്തെ പറഞ്ഞു തന്നു ഗുരുനാഥൻ. ശിഷ്യന്റെ സംശയം എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ശൂന്യതയാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ശൂന്യത അതായിരിക്കുമോ ആത്മാ? അങ്ങനെയാകാൻ വഴിയില്ലോ, അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വയം ജ്യോതിയാണ്. അപ്പൊ എന്താണ് ഈ സ്വയം ജ്യോതി? വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. ഏതൊന്നാണോ എല്ലാത്തിന്റെ ഉള്ള എക്സിസ്റ്റൻസിനെയും അറിഞ്ഞത്, അവസാനം അതൊന്നും അതെല്ലാം മിഥ്യയാണെന്നും അറിഞ്ഞത്, ആ അറിവ് അതാണ് തന്മ. നിന്റെ തന്മ അതാണ്. ഞാൻ ആ അറിവാണ്. ഞാൻ സ്വയം ജ്യോതിയാണ്. ഞാൻ ആത്മായാണ്. ഞാൻ എനിക്ക് ഈ അറിവ്, എനിക്കിതിനെ, ഞാൻ എല്ലാത്തിനെയും അറിയുന്നു എന്ന ആ അറിവിനെ വേറൊരു വഴി മുഖാന്തരം എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്കറിയാം, ഇല്ലേ? കൈകൊണ്ട് തൊട്ട് നോക്കണ്ട, ഒന്ന് പിടിച്ചു നോക്കണ്ട, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു നോക്കണ്ട ഞാനുണ്ടോന്ന് അറിയാൻ, ഇല്ലേ? ആര് ചോദിച്ചാലും ഞാനുണ്ടോ? ഉണ്ട്. അല്ല വെള്ളം തരും, ഞാൻ കുടിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഞാനുണ്ടോന്ന്. പറയാറില്ല. എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കും, ഞാൻ കേൾക്കുന്നുണ്ടോ നോക്കട്ടെ, കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ട്, ഇല്ലെങ്കിൽ ഞാനില്ല. അങ്ങനെ പറയാറില്ലല്ലോ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിനെയും ആശ്രയിക്കണ്ട. എന്റെ തന്മ എനിക്കറിയാം. ഞാനുണ്ട്. ഈ ഞാൻ എന്ന അറിവ് തന്നെയാണ് ആത്മാ. ഞാൻ ആത്മാ. എല്ലാത്തിനെയും അറിയുന്നു, എല്ലാത്തിൻ്റെയും ഇല്ലായ്മയെയും അറിയുന്നു. അത് അറിയണമെങ്കിൽ ഓരോ കോശങ്ങളെ കടന്ന് വന്ന് ഈ കോശമൊന്നുമല്ല ഞാനെന്ന് അത് ശിഷ്യൻ എത്തിയ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ ശിഷ്യൻ വന്ന ലെവലിലേക്ക് നമ്മൾ വന്ന് അവിടെ നിന്ന് ആ ശൂന്യതയെ മനസ്സിലാക്കി ആ സമയത്ത് തിരിച്ചറിയണം, എല്ലാത്തിനെയും അറിയുന്ന സ്വയം ജ്യോതിയാണ് ഞാൻ എന്ന്. അങ്ങനെ അത് തിരിച്ചറിയാം. അങ്ങനെ വേണമെന്ന് മനസ്സിലാക്കാൻ. നമ്മളിപ്പോ അതൊന്നുമില്ല, അത് വായിച്ചു കേട്ടു, ശിഷ്യൻ പറയുന്നു എല്ലാത്തിനെയും ഞാൻ കടന്നു എന്ന്, അത് നമ്മൾ വായിച്ചു കേട്ടു, അത്ര. അതുപോരാ. നമ്മൾ ഓരോ കോശമായിട്ട് നേരത്തെ ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിരുന്ന ഓരോ കോശത്തിന്റെ ലക്ഷണമനുസരിച്ച് നോക്കി, അതുകൊണ്ട് ഇത് ആത്മാവല്ല എന്ന് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കി, ഇതെല്ലാം നശിക്കും, ഇതെല്ലാം മാറ്റമുള്ളതാണ്, ഇതെപ്പോഴും വികാരത്തിനടിമയാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. പ്രാണൻ എന്ന് പറയുന്നത് വെറും വായുവാണ്. അതെങ്ങനെയാ ആത്മാവാകുന്നത്? അത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതിനെ പ്രാണൻ എന്ന് പറയുന്നു. പുറത്തത് സാധാരണ വായുവാണ്. അതേമാതിരി മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് ദുഃഖം, ചില സമയത്ത് സന്തോഷം, മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മനസ്സല്ല നാളെ, കൊച്ചിലെ മനസ്സല്ല വലുതായപ്പോ ഇങ്ങനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അറിവിന് അതേമാതിരി ഒരുപാട് മാറ്റമുണ്ട്. നേരത്തെ ഒന്നും അറിയാൻ മേലായിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ എനിക്കറിയാം, നേരത്തെ അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ എനിക്ക് അറിയുകയുമില്ല. അപ്പൊ അങ്ങനെ ആ വിജ്ഞാനം എന്നുള്ളതും ശരിയായിട്ടുള്ള ഒരു അതല്ല ആത്മാ. വിജ്ഞാനമയ കോശത്തിലും നിന്നാൽ ആത്മാവല്ല, അതല്ല. ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 3 ആനന്ദത്തിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നു, ചില ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു, താരതമ്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് ആനന്ദം എന്ന് പറയുന്ന ആ കോശവും ഞാനല്ല എന്ന് ഓരോ സ്റ്റെപ്പിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഇതൊന്നുമല്ല, ഇതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കി ആ സമയത്തുണ്ടാകുന്ന ഒരു അറിവ്, ആ അറിവും എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് സ്വയം ജ്യോതിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആത്മതത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് എളുപ്പമല്ല. എന്താ വെച്ചാൽ നമ്മൾ എവിടെയാ നിൽക്കണമെന്ന് ആദ്യം പറഞ്ഞു, എങ്ങനെയാ കണ്ടുപിടിക്കുമ്പോൾ ഭക്ഷണത്തിനോട് താല്പര്യം ഇരിക്കുന്നിടത്തോളം കാലം അന്നമയ കോശത്തിലാണ്. വസ്ത്രത്തിൽ അതിഭയങ്കരമായ താല്പര്യം വസ്ത്രത്തിനോട് ഇരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തെ മറയ്ക്കാനുള്ള വസ്ത്രത്തിന്റെ ഭംഗികളിലും കാര്യങ്ങളിലും, ഈ വസ്ത്രം കൊണ്ട് എന്റെ ശരീരത്തിന് ഇനിയും ഭംഗി കിട്ടും, എനിക്ക് ഇനിയും ഭംഗി കാണും എന്ന് വിചാരിക്കുമ്പോഴും അന്നമയത്തിലാണ്. ഒരു പൊട്ട് തൊടുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടോ തോന്നുക, അങ്ങനെ പല കാര്യങ്ങളും, പല ആഭരണങ്ങൾ ഇടുന്ന സമയത്ത് എനിക്ക് ഭംഗിയുണ്ട് തോന്നുക, ആ സാധനമൊക്കെ നമ്മളൊക്കെ അന്നമയ കോശത്തിലാണ്. അന്നമയ കോശം പോലും നമ്മൾ ആരും കടന്നിട്ടില്ല. അന്നമയ കോശം കടന്നിട്ട് വേണ്ട ഇനി പ്രാണനല്ല എന്ന് ചിന്തിക്കാൻ. അന്നമയ കോശവും ആരും കടന്നിട്ടില്ല, എല്ലാവരും അന്നമയ കോശത്തിലാണ്. അത് കടക്കണം ആദ്യം. അത് കടന്നപ്പോ എത്രയോ സന്യാസിമാരുണ്ട്, അവരിപ്പോ ഇതിലൊക്കെ കടന്നവരാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളം പേരുണ്ട് അന്നമയ കോശമൊക്കെ കടന്നവര്. ഈ ഓരോരോ കോശവും കടന്നുപോയി ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ എന്താ പറയാ, ആ ഒരു അവസ്ഥയിൽ സർവം എല്ലാം മറന്ന് സ്വയം ഈശ്വര തത്വത്തിലേക്ക് ഉയർന്ന, ആത്മതത്വത്തിലേക്ക് ഉയർന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരുണ്ട് ധാരാളം. അവരെയൊക്കെ കണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, അവരുടെ ജീവിത കഥകളൊക്കെ വായിക്കുക, എങ്ങനെയാണ് ഓരോ കോശത്തെയും മറികടന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ട് ആ ഒരവസ്ഥയിലേക്ക് വന്ന് ആത്മാ എന്ന ആ സ്വയം ജ്യോതിസ്വരൂപമായ ആത്മാ ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ ഉള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോ എല്ലാ അറിവും നമ്മളിലേക്ക് വരട്ടെ, കൂടുതലായിട്ട് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിറാം. അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, തൃക്കാർത്തികയാണ്. പിന്നെ തിങ്കളാഴ്ച നോക്കാം. സായിറാം സർ. സായിറാം 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 സർ. സായിറാം.